ഇത് ശരണ്യ. കർണാടകയിലെ കൊടും കാട്ടിൽ 4 ദിവസം ട്രക്കിങ്ങിനിടെ വഴിതെറ്റി പോയി പെട്ടിട്ട് 4-ാം ദിവസം ഗവൺമെന്റ് കുറേ കാശും ചെലവാക്കിയിട്ട് ആ പെൺകുട്ടിനെ തിരിച്ചു കൊണ്ടുവന്നു. രക്ഷപ്പെട്ടതിൽ സന്തോഷം തന്നെ, സമ്മതിച്ചു. പക്ഷെ അവള് പറഞ്ഞ ചില കാര്യങ്ങൾ നോക്കിയോ. ആദ്യം കാലുവേദന ആയതുകൊണ്ട് റെസ്റ്റ് എടുത്തു. പിന്നെ മഴ പെയ്ത് ഡ്രസ്സൊക്കെ നനഞ്ഞത് കൊണ്ട് റെസ്റ്റ് എടുത്തു, രക്ഷപ്പെടാൻ നോക്കിയില്ല. പിന്നെ എന്തോ കാരണം കൊണ്ട് റെസ്റ്റ് എടുത്തു. പിന്നെയാണ് അവള് 4-ാം ദിവസമാണ് വന്ന വഴിയെ തിരിച്ചു കയറിയിട്ട് കൈ കാണിക്കലും ഒക്കെ ആയിട്ട് രക്ഷപ്പെട്ടിട്ട് വന്നത്. റെസ്റ്റ് എടുക്കാൻ അമ്മായിയുടെ വീട്ടിൽ പോയതാണോ? കൊടും കാട്, കൂരിട്ട് മൊബൈലിന്റെ വെളിച്ചം പോലും ഇല്ല. എങ്ങനെയാണ് അതിനകത്ത് 4 ദിവസം ഈ കുട്ടി 3 ദിവസം റെസ്റ്റ് എടുത്തെന്ന് മനസ്സിലായില്ല. എന്താ പറയുന്നതിൽ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്തായാലും ആള് ഫേമസ് ആയി, ഗവൺമെന്റിന്റെ കുറെ കാശും പോയി. ഇനിയും ട്രക്കിങ്ങിന് പോണം പറയട്ടെ. ആ തിന്ന് എല്ലിന്റെ ഉള്ളിൽ മുളയുമ്പോഴേ കുറച്ച് പൈസ ഗവൺമെന്റിന് കെട്ടി വെച്ചിട്ട് പോണം കേട്ടോ. കാരണം വേറൊന്നും അല്ല, ഞങ്ങളുടെയും കൂടെ